ഈ കൊടിയ വേനലിൽ ഇത്രയും വലിയ പൈനാപ്പിളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശ്രമകരമായതും അതുപോലെ പൈസ ചിലവുള്ള ഒരു കൃഷിയാട്ടോ. പക്ഷെ നമുക്ക് ഈ പൈനാപ്പിൾ നമുക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 35 രൂപ, മാക്സിമം 40 രൂപയാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു പൈനാപ്പിൾ കൃഷിയുടെ ഒരു ചിലവനുസരിച്ച് നമുക്ക് ഏകദേശം ഒരു 35 രൂപ മുകളിൽ നമുക്ക് ഒരു കാനിക്ക് ചിലവുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിന്ന് നമ്മൾ കൃഷി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒന്നും കിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലെ സത്യം. പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പിള്ളേരെയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ കനാല കൃഷിയിലേക്ക് ഇറങ്ങിക്കുന്നത്. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നമ്മൾ ഇവരെ കൂടെ കൂട്ടാതെയൊക്കെ നമ്മൾ പോരുവാണെങ്കിൽ ഇവർ ഒന്നെങ്കിൽ ആ ടി വിയുടെ മുമ്പിൽ കയറിയിരിക്കും, അല്ലെങ്കിൽ മൊബൈലിൽ നോക്കിയിരിക്കും. അങ്ങനെയുള്ള കാര്യം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷികളിൽ അവരെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഒക്കെയാണ്. ഇപ്പോൾ ഈ 4 പേര് നമ്മുടെ കൂടെ പെങ്ങളുടെ പിള്ളേരായിട്ടും എൻ്റെ പിള്ളേരായിട്ടും മൊത്തം 4 പേരുണ്ട്. ആ 4 പേരും കൂടെ ഇതിലേക്ക് ഇറക്കി കഴിയുമ്പോഴുള്ള ഗുണം എന്നാണെന്ന് അറിയാമോ? അവരങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്ത്, അതായത് ഒരു പൈനാപ്പിൾ എടുത്ത് അടുത്തയാൾക്ക് കൊടുത്ത് അടുത്തയാൾക്ക് അങ്ങനെ കൊടുത്ത് നല്ല രീതിയിലൊരു കോപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അവർ വരുമ്പോഴില്ലേ, അവർ അവധിക്കാലം ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിലാണ്. ഇപ്പം നമ്മളിത് ഇപ്പം വളരെ വിലക്കുറവുള്ള സമയമായതുകൊണ്ട് നമ്മൾ എങ്ങാനും വില കൂടിയാലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ പൈനാപ്പിൾ നമ്മൾ ഒന്നിച്ച് ഓടെ കൊടുക്കും. നമ്മൾ ഓടയെന്ന് പറയും, മൊത്തത്തിൽ നമ്മൾ കൊടുക്കുന്നതിന് ഓടെ കൊടുക്കുക എന്ന് പറയും. ഓടെ നമ്മൾ കൊടുക്കാതെ നമ്മൾ കുറേശ്ശെ ഇതുപോലെ നമ്മുടെ ഒരു ചെറിയ കാറുണ്ട്, ഓൾട്ടോ ഉണ്ട്. ആ ഓൾട്ടോയെ നമ്മൾ കയറ്റി